തൃശൂർ പടിയൂരിൽ അമ്മയും മകളും മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. പടിയൂർ സ്വദേശികളായ മണി, മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിനായി തെരച്ചിൽ തുടരുകയാണ്. കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ഈ രണ്ടുപേരുടെ മരണം കൊലപാതകമെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതിക്കായി എത്രത്തോളം തെരച്ചിൽ ഊർജിതവുമാണ്? സുരേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വീട്ടിൽ നിന്നും തൃശൂർ പടിയൂരിലുള്ള ഉള്ളിൽ നിന്നും അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയിട്ടുള്ള ഒരു തെരച്ചിലും തുടർന്ന് ഇവരുടെ ഒരു ഇളയ മകളെ വിവരമറിയിച്ച് അവർ വന്ന വീടിന്റെ പിൻഭാഗത്തെ കതക് തുറന്നാണ് ഉള്ളിൽ പ്രവേശിച്ചത്. വീടിന്റെ ഹാളിൽ അമ്മയും മുറിക്കുള്ളിലായിട്ട് മകളായിട്ടുള്ള രേഖയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 4 ദിവസത്തിലധികം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് ആദ്യം കണ്ടെത്തിയത്. അതായത് വീടിനുള്ളിൽ വസ്ത്രങ്ങളടക്കം പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പോലീസിന് സംഭവം കൊലപാതകമാവാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. തുടർന്നാണ് വീടിനുള്ളിൽ നിന്നും മകളായിട്ടുള്ള രേഖയുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഇവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകൾ പോലീസിനെ കണ്ടെത്തി. തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇതൊരു ഇരട്ട കൊലപാതകം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും രേഖയുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള കോട്ടയം സ്വദേശിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്ന് സഹോദരി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം ഏതാനും ദിവസം മുമ്പ് ഈ പടിയൂരിലുള്ള വീട്ടിലെത്തിയിരുന്നതായിട്ടും വിവരങ്ങൾ നാട്ടുകാർ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഈ രേഖയുടെ രണ്ടാം ഭർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പുരോഗമിക്കുന്നത്. കഴുത്ത് ഞെരിച്ചാവാം കൊലപാതകം നടത്തിയെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. സനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.